ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ സംഘർഷമുണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അവിടെ നേരത്തെ SFIയുടെ ആഹ്ലാദ പ്രകടനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്ന് വലിയ പോലീസ് സന്നാഹത്തെ ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. സർവകലാശാലയിൽ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. സർവകലാശാലയിൽ സംഘർഷമുണ്ടായിരിക്കുന്നത് സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് ഗേറ്റിന് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരിക്കുന്നു. ഗേറ്റിനകത്തും പുറത്തുമായി വലിയ പോലീസ് സന്നാഹം. സുലേഖ, എന്താണ് സംഭവിച്ചത്? ഈ ആഹ്ലാദ പ്രകടനത്തിന് ഇടയിൽ ഇതെന്താണ് പറ്റിയത്? മനു, ഈ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ഒരു വിഭാഗം KSU പ്രവർത്തകരാണ് ഇത്തരത്തിൽ പോലീസിന് നേരെ ആക്രമണം നടത്തിയത്. അതിനുശേഷം വലിയൊരു സംഘർഷത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഈ സർവകലാശാലയ്ക്ക് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോഴും പോലീസും KSU പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ SFI പ്രവർത്തകർക്കും KSUവിൻ്റെ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിൽ തന്നെ പോലീസ് സന്നാഹം ഈ സർവകലാശാലയ്ക്ക് അല്ല, അവിടെ ശാന്തമായ രീതിയിൽ അവരവിടെ SFI പ്രവർത്തകർ വിജയം ആഘോഷിക്കുന്നതായിരുന്നല്ലോ നമ്മൾ കണ്ടത്. അതിനിടയിലേക്ക് KSU പ്രവർത്തകർ അവർ ഈ വൈസ് ചെയർപേഴ്സൺ സീറ്റിൽ ഒരു ജയം നേടിയിരുന്നല്ലോ. അതിന്റെ ആഹ്ലാദമായി വന്ന് കയറിയതാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത്? മനു, ഈ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഈ KSUവിൻ്റെ മത്സരിച്ച സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു. അതിനെ തുടർന്ന് KSU ഒരു ഭാഗത്ത് ഈ ആഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ KSU പ്രവർത്തകർ ഇത്തരത്തിൽ SFI നടത്തുന്ന ആഹ്ലാദ പ്രകടനം അത് പൊളിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു സംഘർഷം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ KSU പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വാക്ക് തർക്കമാണ് നടക്കുന്നത്. വലിയ രീതിയിൽ തന്നെ പോലീസ് സന്നാഹം ഈ സർവകലാശാലയ്ക്കകത്തുണ്ടായിരുന്നു. ഈ ഇലക്ഷൻ മുൻനിർത്തി ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകരുത് എന്നുള്ളൊരു ഓർഡർ അത് ഉണ്ടായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന്. വളരെ ശാന്തമായി സുലേഖ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? വളരെ ശാന്തമായി SFI പ്രവർത്തകർ അവർ മുദ്രാവാക്യം വിളികളുമായി അവരുടെ ജയം ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ വളരെ വേഗത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ വാർത്തകൾ മിക്കവാറും നേരെ തലതിരിഞ്ഞു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാധ്യമങ്ങൾക്ക് മുൻപിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ SFIയെ പ്രതിയാക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം അതാണല്ലോ നമ്മുടെ ഒരു അനുഭവം. തീർച്ചയായും മനു, അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കാല അനുഭവങ്ങളൊക്കെ തന്നെയും അത് തന്നെയാണ്. ഇപ്പോൾ ഈ KSU എന്തിനാണ് ഇപ്പോൾ KSU പ്രവർത്തകരുടെ പോലീസിന് നേരെ ഈ സംഘർഷം ഉണ്ടാക്കിയത്? സുലേഖ, പോലീസുകാർക്ക് നേരെ തട്ടിക്കയറുന്ന KSU പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. SFIയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടയിലേക്ക് KSU പ്രവർത്തകർ മനഃപൂർവ്വം കയറി വന്ന് പ്രശ്നമുണ്ടാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത് പിന്നീട് പോലീസുമായുള്ള സംഘർഷത്തിലേക്ക് KSU പ്രവർത്തകർ നീങ്ങുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ അവിടെ വലിയ സംഘർഷം ആ വിജയാഹ്ലാദ പ്രകടനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു. അത് KSU മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒരു സംഘർഷമാണ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. കാരണം ഒരു മാധ്യമ ശ്രദ്ധ കിട്ടാനും ഒരു ഇരയുടെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനും അവർ സൃഷ്ടിച്ചെടുത്ത ഒരു സാഹചര്യം തന്നെയാണ് എന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രാഥമിക ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്. കാരണം അല്പസമയം മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളെല്ലാവരും ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവിടെ SFI പ്രവർത്തകർ സമാധാനപരമായി ശാന്തമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരുടെ ജയം ആഘോഷിച്ചത്. അവിടെയൊന്നും സംഘർഷത്തിന്റെ ഒരു ലാഞ്ചന പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ലായിരുന്നു. പക്ഷേ വളരെ വേഗത്തിലാണ് സാഹചര്യം മാറിമറിഞ്ഞത്. വളരെ വേഗത്തിൽ അതിനിടയിലേക്ക് KSU പ്രവർത്തകർ വന്നു കയറുകയും അവിടെ സംഘർഷം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒരു സംഘർഷവുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ വിജയം ആഘോഷിച്ചുകൊണ്ടിരുന്നവരെ നമ്മൾ മിനിറ്റുകൾക്ക് മുൻപ് ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വേഗത്തിൽ സാഹചര്യം മാറുന്നു. അതിനിടയിലേക്ക് KSU പ്രവർത്തകർ വന്നു കയറുന്നു, സംഘർഷമുണ്ടാക്കുന്നു, പോലീസിന് നേരെ ആക്രമണം നടത്തുന്നു, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാക്കുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ പോലീസിന്റെ സന്നാഹം നമുക്കവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഗേറ്റിന് പുറത്തും അകത്തും പോലീസ് സന്നാഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോഴും KSU പ്രവർത്തകർ പോലീസിന് നേരെ തട്ടിക്കയറുന്നത് നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നു.